ഹായ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. 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 അപ്പൊ ഇന്ന് സമയം 6 മണി കഴിഞ്ഞിട്ട് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പോയി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലേ. നമ്മളെല്ലാരും കാത്തിരുന്ന ദിവസമാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സങ്കടം, എന്തൊക്കെയാ പറയാ, ലോകം മൊത്തം കാത്തിരുന്ന ദിവസമാണ്. അതെ, ഇന്നലെ ഉറങ്ങിയിട്ടില്ല ചോദിച്ചാ സന്തോഷം കൊണ്ട് ഇന്നത്തെ ദിവസത്തെ അമ്മേന്റെ കണ്ണൊക്കെ ഉണ്ടല്ലേ, എല്ലാരും ഇതായിണ്ട് കണ്ണൊക്കെ. ഇന്നലെ കിടക്കാനും കുറച്ച് വൈകി. പിന്നെ ഇന്നലെ ഇന്നേക്കുള്ള ഒരുക്കത്തിൽ താത്തയും കാക്കയൊക്കെ രാത്രി ഉണ്ടായിരുന്നു, ഉള്ളി തൊലിക്കാനും എല്ലാ സെറ്റപ്പിനും. അപ്പൊ എന്താ പറയാ, എല്ലാരും പ്രാർത്ഥനയുണ്ട്, എല്ലാവർക്കും നമ്മളെല്ലാം ഉപരി സന്തോഷിക്കുന്നവരാണ് നിങ്ങളെന്നറിയാം. അപ്പൊ എന്താ പറയാൻ വാക്കുകളില്ല കേട്ടോ. ഇന്നത്തെ ഇങ്ങനെ ഒരു ദിവസം അത്ര പെട്ടെന്ന് നമുക്ക് ഇത് കിട്ടിയപ്പോഴേ അത് പ്രതീക്ഷിക്കാത്ത പോലൊക്കെ തോന്നുക. ശരിയാണോ തെറ്റാണോന്നും അറിയണില്ല. എന്തൊക്കെയാ വിശേഷം? സന്തോഷപ്പെട്ട ദിവസല്ലേ അമ്മക്ക്. ഇനിയിപ്പോ ഇന്നത്തെ ദിവസം എല്ലാരും പരിപാടിയൊക്കെ അങ്ങോട്ട് ശരിയാവണം. അത് റെഡിയാവും. നമ്മൾ ഇത്രയല്ലേ അല്ലേ. ഇപ്പൊ ജനങ്ങള് മൊത്തം, ഒരു ലോകം മൊത്തം നമ്മളെ കൂടെ ഉണ്ട്. എല്ലാരും പ്രാർത്ഥന, എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാരും ശരിയായി കിട്ടാന് പരിപാടിയൊക്കെ കഴിയട്ടെ. വാർപ്പായാലും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ ഉണ്ട്. അപ്പൊ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, പായ കൊണ്ടുവച്ചിട്ടുണ്ട്, ചെമ്പ് പാത്രമൊക്കെ അവിടെ റെഡിയാണ്. ഇവിടെ ഒരു ഷീറ്റ് കെട്ടണം. ഇനി അഥവാ മഴ പെയ്താലോ. പിന്നെ ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് മഴ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഒന്നും ഇല്ല. ഇന്നത്തെ എന്താണ് അറിയില്ല. ഇപ്പൊ പിന്നെയും പറയാണ്, ലോകം മൊത്തം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിട്ട്. പിന്നെ സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്. ലോകം മൊത്തം പ്രാർത്ഥിക്കേണ്ട ആ ദിവസമാണെന്ന്. ഞങ്ങൾക്ക് എല്ലാരോടും തീരാത്ത കിടപ്പാടുണ്ട്. എന്താ പറയാ, അതൊരിക്കലും മറക്കൂല. പേരെടുത്ത് പറയാന് പറയണ്ടെന്ന് പറഞ്ഞതാണ് ആൾക്കാര് എല്ലാരും. എന്താ പറയാ, ഒന്നും പറയാൻ നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കഴിഞ്ഞ നബിദിനത്തിന് നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ നാട് മൊത്തം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അടുത്ത നബിദിനാകുമ്പോഴേക്കും നമ്മളെ വീട്ടില് കയറി താമസം തുടങ്ങണമെന്ന് പ്രാർത്ഥിച്ചത്. അപ്പൊ എല്ലാരും, അപ്പൊ ആ ഉസ്താദിനൊക്കെ ഇന്നലെ ഞങ്ങള് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച കുറച്ച് തിരക്കാണ്, അപ്പൊ വരാൻ പറ്റൂല. ഒരു വെള്ളിയാഴ്ച നമ്മള് കുറ്റി അടിച്ചു. ഒരു വെള്ളിയാഴ്ച ഇപ്പൊ ചെറിയ മഴയൊക്കെ ഉണ്ട് ഇപ്പോ അല്ലെ. ഇപ്പൊ സാറില്ല, കുഴപ്പമില്ല. എന്നാലും ലോകം മൊത്തം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ് ഇന്നലത്തെ കമന്റ് ഒക്കെ കണ്ടപ്പോ. ഇപ്പൊ നമുക്ക് നമ്മളെ വിശേഷങ്ങളൊക്കെ നോക്കാം. എങ്ങനെയൊക്കെ ആയിട്ടില്ല, വാർത്താരൊന്നും വന്നിട്ടില്ല. നമ്മളെ സമാധാനക്കേടോട് നമ്മള് നേരത്തെ നീറ്റ് നമ്മള് ഇതിനെ സെറ്റായി നിൽക്കാണ്. പിന്നെ ഇനി ചേച്ചിമാരും അങ്ങനെ എല്ലാവരും വരാനുണ്ട്. അപ്പൊ നമ്മള് ആദ്യം തന്നെ നമ്മളെ വിശേഷങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചു, നിങ്ങളോട് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഞങ്ങള് ചായ ഒക്കെ കുടിച്ചാണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. എന്നാ പിന്നെ വിശേഷങ്ങൾ നമുക്ക് ചെയ്യണ മാതിരി ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മളിതില് ഉൾപ്പെടുത്തും. അപ്പൂസിന് ഇവിടെ വയറിങ്ങിന്റെ അവിടെ എന്താ പണി ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ എന്താണ് പണിയുള്ളത്? മറ്റേ എന്തിട്ടാണ്ട് പേപ്പർ റെഡി ആയി നിൽക്കുകയാണ്. പുസ്തകപ്പോലെ നമുക്ക് ബാക്കി വിശേഷം ഞങ്ങൾ ഇതിലിങ്ങനെ ഉൾപ്പെടുത്തി തരാം. ഇതിന്റെ കാര്യം ഒരുക്കം രാവിലെ എല്ലാരും വരുമ്പത്തിന് നോട്ടെ ചായ നമുക്ക് എടുക്കാണ്ട്. പിന്നെ റവപ്പുമാവ് ഉണ്ടാക്കിയത് വെച്ചിട്ടാണ് അമ്പലത്തിൽ പോയത്. നമ്മളെ വാർപ്പിന് ഒരു 75 ആൾക്കാരുണ്ടാവും. കാരണം നമുക്ക് ആരോടും പറയാതെക്കാൻ പറ്റില്ല, എല്ലാം നമ്മളെ ആൾക്കാരാണ്. അതെ, നമ്മൾ പറയേണ്ട കടമ നമ്മളടുത്താണ്. കാരണം എന്താ അങ്ങനെയാണ് നമ്മളെ ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. കാരണം നമ്മളെല്ലാ കാര്യത്തിനും എല്ലാരും വിളിക്കും. നമ്മൾ അതങ്ങട്ടും അപ്പൊ നമ്മള് അറിഞ്ഞുകൊണ്ട് നമ്മള് ആരോടും പറയാതെ ചെയ്യാന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് അതിന് കഴിയില്ല. അതുകൊണ്ട് നമ്മളോട് കഴിയുന്ന പോലെ നമ്മള് പറഞ്ഞു. പിന്നെ എല്ലാരും നമ്മളെ പരിപാടിക്ക് വരും ചെയ്യാറ്. അപ്പൊ അതന്നെയല്ലേ ഒരു സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ഇനി നമ്മളെ കുടിരിക്കലൊക്കെ നമുക്ക് ദൈവാധീനമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻകാട്ടി ഉഷാറാക്കിയിട്ട് എല്ലാരോടും എല്ലാരും ആൾക്കാരോടും പറയും. നമ്മളെ വീഡിയോയില് പറയും. അപ്പൊ ഞങ്ങള് ഇവിടെ വീടിന്റെ അടുത്തൊന്ന് പോയട്ടെ, ചായ കുടിക്കട്ടെ രമ. അപ്പൊ അവിടെ ഞാൻ നന്നായിട്ട് ഞാൻ അവിടെ കസാലത്ത് നിന്നേരം ഞങ്ങൾ അവിടെ എങ്ങനെ ഇരുന്നാ മതി, എങ്ങോട്ടും വണ്ടി കളിച്ചെടുക്കണ്ട. അപ്പൊ തന്നെ പറഞ്ഞുതരാം. രോഗികളാണ്. അപ്പൊ ആദ്യം ഇവിടെ വന്ന്
സെറ്റൊക്കെ ഉണ്ട്. ടാർപ്പായ കെട്ടാണ്, നാസറൊക്കെ വന്നിട്ട് വേണം കെട്ടാന്. അവിടെ കെട്ടണം. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട്, വെക്കാനുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അതുകൊണ്ട് പിന്നെ അതൊക്കെ പെട്ടെന്നാവും. എന്താ കൊറേ നേരം നിൽക്കണ്ട, വരട്ടെ, അതോടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ വിട്ടായിരുന്നാലേ അങ്ങനെ നമ്മളെ വാർപ്പ് തുടങ്ങിട്ടോ. ഇപ്പൊ മഴയൊന്നുമില്ല. രാവിലെ ഒന്ന് പേടിച്ചു കേട്ടോ, മഴ പെയ്യും തന്നെ ആയി, പക്ഷെ പെയ്തില്ല. വേണ്ട, സന്ധ്യച്ചിയും വന്നിട്ടുണ്ട്, അപ്പുട്ടേട്ടൻ വന്നിട്ടുണ്ട്. ഇനി ഉണ്ണിയേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് വരും. ഉണ്ണിയേട്ടൻ പറഞ്ഞാൽ സന്ധ്യച്ചിന്റെ ഭർത്താവാട്ടോ. അപ്പൊ ആളെ ആരും കണ്ടിട്ടില്ല, അപ്പൊ നമ്മള് കാണിച്ചു തരാട്ടോ, വരും. പിന്നെ സന്ധ്യച്ചി അമ്മയും അടുക്കളയിലാണ്. എന്തൊക്കെയാ പരിപാടി പോയേക്കട്ടെ. ഞങ്ങൾ ഇവിടെ തീ പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. കണ്ടോ, കല്ലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ചെമ്പത് അവിടെ കിടക്കുന്ന തൊടിയില്. എന്നിട്ട് നെയ്ച്ചോറല്ലേ നമ്മൾ ആദ്യം വെക്കണേ? അല്ല, നമ്മള് ചിക്കൻ പോരും. ഞാൻ വിളിച്ചാണ്. അപ്പൊ നമുക്ക് അലുവ മുറിക്കാനായോ? സിന്ധിച്ച് അലുവയൊക്കെ കൊണ്ട് സെറ്റ് ആയിട്ടാ വന്നത്. നിങ്ങളുടെ കാട്ടിത്തരി രണ്ടാളും കേട്ടോ. ഇവിടെ എന്താ, ഞാൻ അടുക്കളയിൽ പണിയെടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. സന്ധ്യയുടെ പാട്ടൊന്നുണ്ടാവുന്ന പറഞ്ഞ ആൾക്കാര്. എന്റെ പാട്ടുണ്ടാവുന്നല്ലേ? ഇപ്പൊ കുട്ടിയമ്മേന്റെ മക്കളൊന്നും വരൂല, ഒക്കെ സ്കൂളും കാര്യമായിട്ട്. 2 മക്കളും വരൂല. ഞാനൊരു കൈ പിടിക്കാനുള്ള തുണി കൊടുക്കാം. ചായ കഞ്ഞി ചേച്ചിയാ എവിടെ? ഇവിടെ അല്ലല്ലോ. എന്ത് രാവിലെ പാട്ടുണ്ടോ? ചെറിയ പാട്ട് എന്നാ കുറച്ചിന്റെ ആലോചിക്കട്ടെ, അപ്പൊ പാടട്ടോ. കുറച്ചിന്റെ പാട്ട് പാടാൻ അങ്ങനെ റെഡി ആയി നിക്ക. ജയേഷ് വരുമോ പാട്ടുകള? സിന്ധേച്ചിയാ, സിന്ധേച്ചി ജയേഷേട്ടൻ വരൂലേ? ഞാൻ വിളിച്ച നമ്പറിലല്ലോ. ഞാൻ അപ്പ പറഞ്ഞു പോയപ്പോ. അതല്ല എന്താ നോട്ടെ, എന്താ പൊക്കോടെ? അപ്പുട്ടേട്ടൻ കൂടി വാങ്ങിയതാട്ടോ അലുവ. നമ്മളിപ്പൊ കട്ട് ചെയ്യണില്ലട്ടോ, ഇപ്പൊ നമ്മളിഞ്ഞി ചോറൊക്കെ വെക്കല്ലേ. കറുത്തലുവ ഒക്കെ കറുപ്പാ. ഫുള്ള് കറുപ്പാട്ടോ, മാറ്റുണ്ട്. നമുക്ക് പണിക്കാർക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ തന്നെ ചോറിനല്ലേ? ചോറിനെ മുന്നില്ല, അതിന്റെ മുന്നേ ചോറിന് മുന്നേ കഞ്ഞി കൊടുത്തിട്ട് അപ്പൊ അപ്പം മുറിക്കല്ലേ? അല്ലെങ്കിൽ ചായ കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ചായ കൊടുക്കാം.
ഒരു ചായ വേണേ പറയണം കേട്ടോ. ഞാൻ പോയോട്ടെ. നമുക്ക് അറിയില്ല പണി. എടുക്കാൻ താത്താ ഞാൻ പിടിച്ചുതരാം. വെള്ളം വറ്റിട്ട് ചോറ് കട്ടിക്കള ചോറുണ്ട്. മേശ കൊണ്ടിരിക്കും. ഒരു മേശ മണിക്ക് മേശ ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ നെയ്ച്ചോറ് തുടങ്ങി. ചിക്കനിക്ക് നമ്മളൊക്കെ ആക്കി വെച്ചിട്ടുള്ളൂ, വെച്ചിട്ടില്ല കേട്ടോ. ഈ അടുപ്പ് ഒഴിഞ്ഞിട്ട് വേണം. വെള്ളം വറ്റല് വെള്ളം വറ്റല് അല്ല ഒന്ന് തൊട്ട് കഴുകിട്ട് എന്നിട്ട് എടുക്കല്ലേ. അതിനങ്ങനെയല്ല, ഇതിൽ തൂവലൊക്കെ ഉണ്ടാക്കണ്ടേ? പൊന്തി വരില്ല തൂവല്. ശരിക്കും കഴുകിയത് എന്നിട്ട് ഇതിക്ക് ഭാര്യ എല്ലാം കൂടി ആക്കി തട്ടി വെള്ളത്തിന് കുറച്ച് ദൂരം അങ്ങോട്ട് ചെരിക്കേണ്ടി വരും. അങ്ങോട്ട് കൊണ്ടുപോവാ. അല്ല അവിടെ ചേച്ചാലും പോയിക്കോളൂ. അല്ല ഇങ്ങോട്ടൊക്കെ തൊലിക്കുക. ഇങ്ങോട്ട് കളിക്കൂല, അങ്ങോട്ട് അല്ല നെയ്യ് കിട്ടിയോ? അതല്ലേ നെയ്യ്. എല്ലാ സാധനം ഉണ്ടായിരുന്നു. അയക്കിട്ട് കഴിക്കാം. എല്ലാം കൊണ്ട് മറിച്ചാ മതി. അവിടെ പോയി കേട്ടോ. അവിടെ പോയി അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കാം, റെഡിയാക്കാം. അത്രയൊക്കെ പറയും. എന്താ മഴ വരുമോ? അതാണ് കുഴപ്പമില്ല. മഴയുടെ ചെറിയ കാലാവസ്ഥ ഉണ്ട്. അപ്പൊ അതാണ് നമ്മളെ ഒരേ ഒരു ചെറിയ ഒരു കൈയ്യോണ്ട് ഇങ്ങനെ അടിക്കേ. അനിയൻ അമ്മ പറയുന്നില്ലേ ചെറുച്ഛന്റെ മകന്ന് പറഞ്ഞാൽ ഒരാള് മാത്രം ഇതിൽ പെടാത്ത ഇതാട്ടോ നമ്മളെ ഒരു കട്ടച്ചങ്ക് കൊടുക്കാലോ. വരണ്ട ഒരു ആയി പറഞ്ഞേ വൈകുന്നേരം കാണാം. നടക്കണം പരിപാടി. ഇതെല്ലാരും കാണണ്ടേ? സൂപ്പറായില്ലേ? സന്തോഷായില്ലേ? നമ്മളെ അച്ഛനവിടെ ഇരിക്കുന്നുണ്ട്. ഏട്ടനല്ല അച്ഛനാണ്. തേനിട്ട് കൊടുക്കും. ചേട്ടനെ എന്തിനാണ് ഇതാരാ? മാമാ ഒന്ന് കൈ ഒന്നിച്ച് ഹായ് പറഞ്ഞേ. മതി കൊടുക്കൂല.
മോനോ ഹായ് പറഞ്ഞ കഴിക്ക് വള്ളം അറിയാതെ ആരും തിരിച്ചു പോയില്ലേ വള്ളം അറിയാതെ എന്താ വേണ്ടത് വേണോ ഭക്ഷണം വേണോ എല്ലാവരും കൊടുത്തില്ലേ എല്ലാവരും കൊടുത്തില്ലേ വളമ്പി കൊടുക്കിച്ച് ഇങ്ങനെ നിക്ക എന്നാ ഉഷാറായില്ലേ ഉറപ്പ് എവിടെ നടക്കണ്ടേ ഇങ്ങോട്ട് നോക്കി ജേഷേട്ടാ ജേഷേട്ടന് വീണ്ടും തിന്നാൻ സൗകര്യം കൊടുക്കില്ല ചോറിൻ്റെ ഒന്ന് റെസ്റ്റിന് ശേഷം കാരണം അന്ന് ചോറിന്റെ ഒപ്പം പാടിയിട്ട് എല്ലാരും എന്നെ ചീത്താറുണ്ട് തിന്നാൻ അയക്കാതെ പാടിച്ചു ഇതാ ഇങ്ങോട്ട് നോക്കി കണ്ട ചങ്ക നിങ്ങൾ പോയിട്ടാ വേണ്ട വേണ്ട ഇപ്പൊ പാടിക്കണ്ട ചോറിണ്ടിട്ട് മനിയോ ആ ചൊറുക്കുള്ള മനുഷ്യന്മാരെ കണ്ടെടുക്കണ്ടേ പാത്രത്തില് വെള്ളം റിയസൊക്കെ കുട്ടേട്ടൻ മറിഞ്ഞിക്കണുണ്ട് ഇല്ല കഴിഞ്ഞിട്ടില്ല ആ ചോറിന് കഴിഞ്ഞിട്ട് ബാക്കി അല്ല ഇപ്പളാ രസം രണ്ട് പാത്രം അത് ഇതിനൊക്കെ അഴുതറൊക്കെ വരണ്ട പറയേ ഓടപ്പഴം പോലെ വരും ഓണാക്കിയാണ് ഓടപ്പഴം ഒരു വീഡിയോയിൽ കേട്ടോ വീഡിയോയിലും കണ്ടില്ല സ്കൂളിൽ കാണും ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടല് ുള്ള പിടയ്ക്കണ മീനാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടല് ുള്ള പിടയ്ക്കണ മീനാണേ മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി മീനും ചിഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചിഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ പെണ്ണു ചിരിക്കണ കണ്ടെൻ്റെ കച്ചവടം പോയില്ല കാശും പോയി പെണ്ണു ചിരിക്കണ കണ്ടെൻ്റെ കച്ചവടം പോയില്ല കാശും പോയി ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണേ ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ
അടിപൊളി. എല്ലാരും കൈയിട്ടില്ല. രഘുവേട്ടൻ പാട്ട് കേട്ടില്ലല്ലേ? കേട്ടോ? കേട്ടോ. നല്ല പാട്ട്. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കരണോ നിന്നെ തിരിഞ്ഞു ഞാൻ പോയില്ലേടി. ഇന്നും നിന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ആളും ചുമരും ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രം മായും. കുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മധുരില്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. എന്നൊരും പെട്ടാലോ പരുമ്പാമ്പും വഴി മാറും, കണ്ടാലറിയാത്തും കൊണ്ടറിയും. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി. അടിപൊളി അടിപൊളി പാടണം പാടണം എനിക്കൊന്ന് മാടി കുടിക്കണം, പാടണം പാടണം എനിക്കൊന്ന് മാടിക്കുഴയണം. കേൾക്കണം കേൾക്കണം എൻ്റെ കഥ നീ ഒന്ന് കെട്ടിയണം, എൻ കൂടെ ചിരിക്കാനായി ആശയുള്ള പെണ്ണൊന്ന് കെട്ടിയണം. പച്ച പനന്തത്തെ പുന്നരെ പൂന്തത്തെ പൂന്നല്ലി പൂങ്കരളി എന്നോ മന്ന പൂന്നല്ലി പൂങ്കരളി. ഉച്ചയ്ക്ക് നീ എൻ്റെ കൊച്ചു വരുമ്പോ ഒന്നുവാ പൂങ്കരളി, വന്നാലോ എൻ കഥ കേൾപ്പിക്കാൻ ഞാൻ. പാടണം പാടണം എനിക്കൊന്ന് മാടി കുടിക്കണം, പാടണം പാടണം എനിക്കൊന്ന് മാടി കുഴയണം. പകല് മുഴുവ പണിയെടുത്ത് കിണക്ക് കിണക്ക് പകല് മുഴുവ പണിയെടുത്ത് കെട്ടണ കാശിന് കള്ളം കുടിച്ച് എൻ്റെ മോളം കഷ്ടത്തില വേലയിതാ, എൻ്റെ മോളം കഷ്ടത്തിലകല്ല വേലയിതാ. എന്നും കെട്ട കാലും കിട്ടും കുട്ടികളായ വായും കിട്ടും, കരം കഴിഞ്ഞു മതി കളി വേലയിതാ, കരം കഴിഞ്ഞു മതി കളി വേലയിതാ. പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങള് പോലീസായി പകും വേലയിതോ, കമ്മി കിട്ടാമല്ലായി പകും വേലയിതാ. ഞാൻ കുടിക്കണ കഞ്ഞിയില്ലെന്നില്ല കലത്തിളക്കണ കൊച്ചേട്ടാ, കയ്യിലിരിക്കണ കള്ളം പരിട്ട് ഈ കലത്തിൽ വേവൂല്ല, ഈ കലത്തിൽ വേവൂല്ല. ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കലത്തിളക്കണ കൊച്ചേട്ടാ, കയ്യിലിരിക്കണ കള്ളം പരിട്ട് ഈ കലത്തിൽ വേവൂല്ല, ഈ കലത്തിൽ വേവൂല്ല. ഓക്കെ അല്ലേ? അടിപൊളി 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 അടിപൊളിയല്ലേ ചേച്ചി? എല്ലാരും എന്താ ഫസ്റ്റിൽ അടിച്ചു ഞാനും കൈ അടിച്ചില്ല. കണ്ടിമുണ്ടി ചില്ലിമുളാണൊടി ചിറ്റൊടിച്ചിട്ടുള്ള ചാപ്പറമ്പ്, ചുട്ടപ്പറമ്പില് ചെമ്മനിളക്കണ ചിരത്തെ ചിരുന കണ്ടു ഞാൻ. ഇച്ചിട്ട് നിക്കല്ലേ ഈറ്റ പുലി പോലെ ചന്തം കൊണ്ടല്ലടി നോക്കണത്, ആളായ കാലത്തും ആവാത്ത കാലത്തും ചാലക്കുടിക്കാര ഞാനാണ്ടി. അല്ലേ? അടിപൊളി സൂപ്പർ. അപ്പൊ അപ്പൊ നമ്മളെ വാർപ്പ് പരിപാടി കഴിഞ്ഞുട്ടോ. എല്ലാരും ചോറുണ്ട് പിരിഞ്ഞു, എല്ലാരും പോയിട്ടില്ല, കുറച്ചാളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ നമ്മള് വാർപ്പ് കഴിഞ്ഞേക്ക് നല്ല മഴ പെയ്തു, നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാരും ചോദിച്ചിരുന്നു എൻ്റെ അമ്മ വരലില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇതാണ് എൻ്റെ അമ്മ കേട്ടോ. പിന്നെ അച്ഛനില്ല, പിന്നെ അനിയനുള്ളത്, ഓന് വന്നിട്ടില്ല. അച്ഛന് പകരം അച്ഛന്റെ സ്ഥാനത്ത് വാസുവേട്ടൻ എത്തിയിട്ടുണ്ട്, രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം വാസുവേട്ടൻ വന്നതിൽ. അപ്പോൾ എന്താ പറയാ, അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആള് വന്നപ്പോൾ തന്നെ എനിക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ അതൊക്കെ കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പോൾ പറയാ
അച്ഛന്മാര് മക്കളടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. അത് വല്ലാത്തൊരു കൊള്ളലായി കഴിഞ്ഞിട്ട്. അപ്പൊ പിന്നെ അമ്മ വന്നപ്പോ അച്ഛന് എനിക്ക് ഞങ്ങൾക്ക് കൊണ്ടുവന്ന ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ട്. അത് അമ്മ വന്നപ്പോ കൊണ്ടുവന്നുണ്ടെങ്കിൽ അത് കണ്ടപ്പോഴും എനിക്ക് ആകെ ടെൻഷനായി. അപ്പൊ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ നമുക്ക് കിട്ടിയത് ഈ ഒരു ദിവസം കിട്ടിയാല് ഭയങ്കര സങ്കടം. വാസേട്ടൻ ഉള്ളിലുണ്ട്. വർത്താനം പറഞ്ഞ് കേൾക്കൂല, മഴയാണ്. അപ്പൊ മഴ ചോർന്നിട്ട് വാസേട്ടനെ കാണിച്ചു തരാം. വാസേട്ടൻ പോവാണേ. വാസേട്ടൻ എന്ന് വരും? ഹെൽമെറ്റ് എടുത്താ. അപ്പൊ ഇതിന്റെ മെഷീന്റെ വീട്ടില് അപ്പൊ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം കൊറേ നേരം നമ്മളിപ്പോ വാസേട്ടുണ്ട്. രാവിലെ ഒന്നും സമയം നാളെ ലേറ്റോ. നല്ല മഴയാണ്. പിന്നെ സ്കൂട്ടി പോവാതെക്കാൻ പറ്റൂല. അപ്പൊ വാസേട്ടന്റെ ചോദിക്കുന്നവരേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ്. ഫോണടെ അപ്പൊ കണ്ണട ചോടക്കിയാ പൊട്ടത്തരാ. പോയി. നല്ല മഴയാണ്. എല്ലാരും പോയിട്ടില്ല. നമ്മളെ കുറച്ച് സിജിന്റെ അമ്മ ഉണ്ട്, അനിയനുണ്ട്, എല്ലാരും അനിയനുണ്ട്. അനിയന് വൈഫിനെ നമ്മള് ക്യാമറയിൽ കാണിക്കൂല കേട്ടോ. അതുകൊണ്ടാണ് ഒരവിടെ ഉണ്ട് കുട്ടി. പിന്നെ ഇപ്പൊ നമുക്ക് പ്രിയപ്പെട്ട നമ്മളെ വാസുവേട്ടൻ പോയി. നമ്മളെ അച്ഛന്റെ സ്ഥാനത്തുള്ള ആള് പോയി. ഇപ്പൊ സന്ധ്യേച്ചി സിന്ധേച്ചി ഉണ്ട്. ഇപ്പൊ സിന്ധേച്ചി പോവും. സന്ധ്യേച്ചി ഇവിടെ നിക്കണറിയണ്ട. അതൊരു സമാധാനം. മഴേന്റെ സൗണ്ട് ആയിട്ട് ഒന്നും കേൾക്കണില്ല. ഷീറ്റ് കെട്ടിട്ട് എനിക്ക് വെള്ളം വീണതാണ്. അപ്പൊ എന്താ വെച്ചാല് എല്ലാരും ഇതുവരെ പ്രാർത്ഥിച്ച നമ്മളെ കാര്യം കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ കൂടുതൽ വിശേഷമായിട്ട് ഇന്നിപ്പോ മഴയായിട്ടൊന്നും പറയാൻ പറ്റണില്ല. നമ്മളെ വീഡിയോ ലെങ്ത് കൂടി. അതെ, നമ്മളെ കാണിക്കല് നമ്മളെ ഒരു കടമയാണ്. അതുകൊണ്ടാണ്. അപ്പൊ വാസേട്ടനാ പോണു. അപ്പൊ നാളെ നമുക്ക് ഈ വിശേഷം കുറച്ചും കൂടി പറയാണ്ട്. നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ നാളെ വിശേഷമായിട്ട് വരാം കേട്ടോ. കാരണം ഭയങ്കര തിരക്കാണ് നമുക്ക്. അപ്പൊ എല്ലാവർക്കും തീർത്താ തീരാത്ത നന്ദി.